നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സിജി ലിയോ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ഞായറാഴ്ച പ്രതിനിധി യോഗം നടന്നു. നടത്തുകൈക്കാരനായി ശ്രീ ഫെർഡിൻ മേലേട്ട് പാലത്തിങ്കൽ ചാർജ് ഏറ്റെടുത്തു. മാർച്ച് 1 ഞായറാഴ്ചയിലെ ആദ്യത്തെ വിശുദ്ധ കുർബാനയുടെ നേതൃത്വം KLM സംഘടനയ്ക്ക്. വാർത്തകൾ വിശദമായി. ഫെബ്രുവരി 22 ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം നടന്നു. മുണ്ടത്തിക്കോട് ഇടവക വികാരി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ യോഗത്തിലേക്ക് ഫാദർ ജോൺ പാവർട്ടിക്കാരനെ പൂച്ചെണ്ട് നൽകി ഹൃദ്യമായി സ്വീകരിച്ചു. യോഗത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ: എല്ലാ മാസവും 2-ാം വെള്ളിയാഴ്ചകളിൽ മുണ്ടത്തിക്കോട് കപ്പേളയിൽ നടത്താറുള്ള നൊവേന വൈകിട്ട് 6 മണിക്ക് നടത്തുന്നതിനും തുടർന്ന് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും തീരുമാനിച്ചു. മാർച്ച് 22 ഞായറാഴ്ച നടത്തുന്ന പാളയൂർ മഹാതീർത്ഥാടനത്തിന് നമ്മുടെ ഇടവകയിൽ നിന്ന് 75 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അവർക്കായി രാവിലെ ഒരു സ്പെഷ്യൽ കുർബാനയും ശേഷം ലഘുഭക്ഷണത്തോടുകൂടി തീർത്ഥാടനം ആരംഭിക്കുവാനും തീരുമാനമായി. വിശ്വാസ പരിശീലനം അവധിക്കാലമായതിനാൽ മാർച്ച് 8 ഞായറാഴ്ച മുതൽ 2ാമത്തെ വിശുദ്ധ കുർബാന രാവിലെ 9:30 ആയിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാന മധ്യേ ശ്രീ ഫെർഡിൻ മേലേട്ട് പാലത്തിങ്കൽ നടത്തുകൈക്കാരനായി ചാർജ് ഏറ്റെടുത്തു. കഴിഞ്ഞ 4 മാസക്കാലം കൈക്കാരൻ ഉത്തരവാദിത്വം നിർവഹിച്ച ശ്രീ ബെന്നി അയ്യങ്കേരിലിനെ നന്ദിയും പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശ്രീ ഫെർഡിൻ മേലേട്ട് പാലത്തിങ്കലിനെ ആശംസയും അർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച മാർച്ച് 1 ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് KLM സംഘടന. തൃശൂർ അതിരൂപത KLM ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് ആയിരിക്കും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. തുടർന്ന് നടക്കുന്ന യോഗത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ അറിയുവാനും സംശയങ്ങൾ ചോദിക്കുവാനുമുള്ള അവസരമുള്ളതിനാൽ മുഴുവൻ സംഘടനാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് വികാരിയച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു. മുണ്ടത്തിക്കോട് ഇടവക സെന്റ് പീറ്റർ യൂണിറ്റ് അംഗം ചെറുവത്തൂർ ചേറു ഭാര്യ ത്രേസ്യ 93 വയസ്സ് ഫെബ്രുവരി 24-ാം തീയതി നിര്യാതയായി. പരേതയ്ക്ക് ഇടവക ജനതയുടെ ആദരാഞ്ജലികൾ. 89-ാം ജന്മദിനം ആഘോഷിക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് അംഗം അയ്യങ്കേരിൽ ചാണ്ടി പോളിന് ഹെവൻലി ബ്ലിസ് ചാനൽ ജന്മദിന ആശംസകൾ നേരുന്നു. ഫെബ്രുവരി 27-ന് 3ാം പിറന്നാൾ ആഘോഷിക്കുന്ന സെന്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റിലെ അറങ്ങാശ്ശേരി ഫ്രിൻഡോ റോസ്നി ദമ്പതികളുടെ മകൾ ആഷ്ലി ഫ്രിൻഡോയ്ക്ക് ഹെവൻലി ബ്ലിസ് ചാനൽ ജന്മദിന ആശംസകൾ നേരുന്നു. 9ാം ജന്മദിനം ആഘോഷിക്കുന്ന സെന്റ് പീറ്റർ യൂണിറ്റിലെ മുണ്ടമറ്റത്തിൽ ബിനോയ് മരിയ ദമ്പതികളുടെ മകൾ അനറ്റ് ബിനോയ്ക്ക് ജന്മദിന ആശംസകളുമായി ഹെവൻലി ബ്ലിസ് ചാനൽ. 34-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ലിറ്റിൽ ഫ്ലവർ യൂണിറ്റിലെ കൊള്ളന്നൂർ പോൾ ത്രേസ്യ ദമ്പതികൾക്ക് ആശംസകളുമായി ഹെവൻലി ബ്ലിസ് ചാനൽ. Happy anniversary, happy anniversary, happy anniversary, happy anniversary. 39-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സെന്റ് അൽഫോൺസ യൂണിറ്റിലെ ആളൂർ ബോസ് ജോയ്സി ദമ്പതികൾക്ക് ഹെവൻലി ബ്ലിസ് ചാനൽ വാർഷിക ആശംസകൾ നേരുന്നു. അറിയിപ്പുകൾ. മാർച്ച് 1 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് CLCയുടെ നേതൃത്വത്തിൽ പരീക്ഷാ ഒരുക്ക പ്രാർത്ഥനയും ക്ലാസും സംഘടിപ്പിക്കുന്നു. പരീക്ഷ വിജയത്തിനുള്ള ഒരുക്ക ക്ലാസ് നയിക്കുന്നത് സിസ്റ്റർ സ്റ്റെൻസി CSN ആയിരിക്കും. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ നിർബന്ധമായും പങ്കെടുപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ ഞായറാഴ്ച 2ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം CLCയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഞായറാഴ്ച മാർച്ച് 1-ന് വൈകിട്ട് 5 മണിക്ക് കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് സെമിനാർ ഹാളിൽ വെച്ച് നടത്തുന്നതാണ്. മാർച്ച് 6 മാസാദിവെള്ളി വൈകിട്ട് 5:30-ന് ജപമാല, വിശുദ്ധ കുർബാന, കുരിശിൻ്റെ വഴി, തുടർന്ന് ചെറുവത്തൂർ സ്റ്റെഫി ടോണി ആൻഡ് ഫാമിലി സ്പോൺസർ ചെയ്യുന്ന നേർച്ചക്കഞ്ഞിക്ക് വിതരണ നേതൃത്വം ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ്. മാർച്ച് 29 ഓശാന ഞായർ ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് CLCയുടെ നേതൃത്വത്തിൽ മലയാറ്റൂർ തീർത്ഥാടനം സംഘടിപ്പിക്കുന്നു. സീറ്റ് 1-ന് 320 രൂപ. പോകുവാൻ താല്പര്യമുള്ളവർ CLC ഭാരവാഹികളുടെ കയ്യിൽ പേരുകൾ നൽകേണ്ടതാണ്. ഈ ആഴ്ചയിലെ വായനകൾക്ക് നേതൃത്വം നൽകേണ്ടത് KLM സംഘടന.
വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.